എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT, അതുപോലെ തന്നെ DOA ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ടോക്കൺ ഫീ പേയ്മെൻറ്റ് നാളെ അവസാനിക്കും. അതായത് ഡിസംബർ 5-ാം തീയതി അവസാനിക്കും. ഡിസംബർ 5-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖ വഴിയോ ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച് ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. പിന്നീട് സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകളിൽ വിദ്യാർത്ഥികളെ പരിഗണിക്കുന്നതല്ല. എന്നാൽ നിങ്ങൾക്ക് പിന്നീട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോഴ്സ് അതുപോലെ കോളേജ് എന്നിവയ്ക്ക് മുകളിലുള്ള, അതായത് ആ ഒരു ഓപ്ഷൻ്റെ മുകളിലുള്ള മറ്റ് ഓപ്ഷനുകൾ ഉണ്ടാകും. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു 10ാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അതിന് മുകളിലുള്ള 1 മുതൽ 9 വരെയുള്ള ഓപ്ഷനുകൾ ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഓപ്ഷനുകൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഓപ്ഷൻ ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഹയർ ഓപ്ഷൻസ് ഒക്കെ റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ റിമൂവ് ചെയ്ത് സേവ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഒക്കെ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ നിലനിർത്താം. അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് വേണ്ട എന്നാണെങ്കിൽ ആ ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. അതായത് ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്കിപ്പോൾ ഒരു 10ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്കൊരു 10ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുക. അപ്പോൾ 10ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് 1 മുതൽ 9 വരെയുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ 1 മുതൽ 9 വരെയുള്ള ഓപ്ഷനുകളിൽ, അതായത് നിങ്ങൾക്ക് 1, 2, 3 ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് 9 വരെയുള്ള ഓപ്ഷനുകൾ ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ 9 വരെയുള്ള ഓപ്ഷനുകളിൽ നിങ്ങൾക്കിപ്പോൾ 5ാമത്തെയും അല്ലെങ്കിൽ 3ാമത്തെയും ഓപ്ഷൻ വേണ്ടാന്ന്, ഈ 2 ഓപ്ഷൻ വേണ്ട എങ്കിൽ അതിനെ മാത്രമായിട്ട് റിമൂവ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ നിന്നും ഈ ഒരു 3ാമത്തെയും 5ാമത്തെയും ഓപ്ഷൻ റിമൂവ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സീറ്റ് സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ ഹയർ ഓപ്ഷൻസ് മുഴുവനായിട്ട് റിമൂവ് ചെയ്യുകയും അതേസമയം നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് മാത്രമാണ് നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടതെങ്കിൽ അതിനെ മാത്രമായിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതും. ഇനി അതേസമയം നിങ്ങൾക്ക് എല്ലാ ഓപ്ഷനുകളെയും അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഈ ഒരു ഹയർ ഓപ്ഷൻ നിലനിർത്തുകയും ചെയ്യാവുന്നതാണ്. പ്രത്യേകം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 10ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ 3ാമത്തെ ഓപ്ഷനിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്ന് കരുതുക. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സാഹചര്യത്തിൽ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ട് എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് മറ്റൊരു കോളേജിലേക്ക് കിട്ടുകയാണെങ്കിൽ ആദ്യം ലഭിച്ച സീറ്റ് പോകുന്നതും പിന്നീട് പുതുതായിട്ട് നിങ്ങൾക്ക് എവിടെയാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് ആ ഒരു കോളേജിലേക്ക് നിങ്ങൾ പോയിട്ട്, അതായത് അവിടേക്ക് നിങ്ങളുടെ അഡ്മിഷൻ മാറുന്നതും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമില്ലാതെ ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ അത് റിമൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ടോക്കൺ ഫീ പേയ്മെൻറ്റ് വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. ഏത് കോട്ടയിലാണ്, അതുപോലെ തന്നെ എത്രാമത്തെ ഓപ്ഷനാണ്, ഏത് കോളേജാണ്, ഏത് കോഴ്സാണ് എന്നുള്ളത്. അത് ജസ്റ്റ് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫീ റെസിപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. റെസിപ്റ്റ് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതേസമയം നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ബാങ്ക് വഴി പേയ്മെൻറ്റ് ചെയ്തതാണെങ്കിൽ 24 മണിക്കൂറിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്റ്റ് കിട്ടുക. അപ്പോൾ ബാങ്ക് വഴി പേയ്മെൻറ്റ് ഓൾറെഡി ചെയ്ത വിദ്യാർത്ഥികളും മേക്ക് പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫീ പേയ്മെൻറ്റ് മെത്തേഡും കാര്യങ്ങളൊക്കെ കാണിക്കും. എന്നാൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ 24 മണിക്കൂർ വെയിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് റെസിപ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അതിനുശേഷം ഇതുവരെ ഫീ പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒന്നുകിൽ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്, UPI ഇവയിൽ ഏതെങ്കിലും ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചലാൻ ഉപയോഗിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖയിൽ പോയിക്കൊണ്ടോ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസുകൾ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. ഫീ ഡീറ്റെയിൽസ് അലോട്ട്മെൻറ്റ് ടോക്കൺ ഫീ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിങ്ങൾക്കൊരു സർക്കുലർ കാണാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അതിൻ്റെ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്യൂഷൻ ഫീസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക്, അതായത് പല വിദ്യാർത്ഥികളും നിങ്ങൾക്ക് ഒരു വർഷം എത്ര ഫീസ് വരും, അതുപോലെ 2 വർഷം ടോട്ടൽ എത്ര ഫീസ് വരും എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ അലോട്ട്മെൻറ്റ് നടത്തിയിട്ടുള്ള സീറ്റുകൾ എന്ന് പറയുന്നത് മെറിറ്റ് സീറ്റുകളും അതുപോലെ ഗവൺമെൻറ് കോളേജിലെ സീറ്റുകളുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കോഴ്സിനും എത്ര രൂപ വീതം ഫീസ് വരും എന്നുള്ള കാര്യം നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഗവൺമെൻറ് കോളേജിലാണ്, നിങ്ങൾക്ക് ഏത് ഗവൺമെൻറ് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും ഡിപ്ലോമ ഇൻ ഫാർമസി കോഴ്സ്, അതായത് ഡിപ്ലോമ ഇൻ ഫാർമസി, അതായത് DPharm കോഴ്സ് ആണെങ്കിൽ 6380 രൂപയാണ് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റ് ഏത് കോഴ്സ് കിട്ടിക്കഴിഞ്ഞാലും 7240 രൂപയാണ് വരിക. ഇനി സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾക്ക് DPharm ആണ് കിട്ടുന്നതെങ്കിൽ 40,000 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിൽ ഈ ഒരു മറ്റേതെങ്കിലും കോഴ്സുകളാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം വരുന്നത് ഈ ഒരു 27,500 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ ചില കോഴ്സുകൾക്ക്, അതായത് ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിന്
ഈ ഒരു രീതിയിൽ 40,000 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിലാണെങ്കിൽ 5,220 രൂപയാണ് വരുന്നത്. അപ്പോൾ ഓരോ കോഴ്സിൻ്റെയും ഫീ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ചില കോഴ്സുകളുടെ ഫീസിൽ മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടോക്കൺ ഫീ പേയ്മെൻറ്റ് എത്രയാണ് എന്നുള്ള കാര്യം ഇവിടെ കാണാൻ സാധിക്കും. ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾക്കൊരു DPharm കോഴ്സ് ആണെങ്കിൽ 6,380 രൂപയാണ് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ജനറൽ കാറ്റഗറി വിഭാഗത്തിന് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 5,220 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കി ഏത് കോഴ്സ് ആയിരുന്നാലും 7,240 രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ്, അതായത് ആകെയുള്ള ഫീസാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിൽ ഏത് കോഴ്സ് കിട്ടിക്കഴിഞ്ഞാലും 10,000 രൂപയാണ് വരിക. നിങ്ങൾ SC ST OEC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഏത് കോളേജിൽ സെൽഫ് ഫിനാൻസ് ആയാലും ഗവൺമെൻറ് കോളേജ് കിട്ടിക്കഴിഞ്ഞാലും 100 രൂപ മാത്രമാണ് ഫീസ് വരിക. അതായത് സെൽഫ് ഫിനാൻസ് കോളേജിൽ ഈ ഒരു ഫീസിൽ വ്യത്യാസം, ടോട്ടൽ ഫീസിൽ വ്യത്യാസം വരുന്നത് ഈ ഒരു ഫാർമസി കോഴ്സാണ്. അത് DPharm കോഴ്സിന് 40,000, അതുപോലെ തന്നെ ദന്തൽ ഹൈജീനിസ്റ്റിന് 7,240, അതുപോലെ തന്നെ ഈ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിന് 40,000, അതുപോലെ ബാക്കിയുള്ള കോഴ്സുകൾക്ക് 27,500 രൂപയാണ് വരിക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു വർഷത്തെ ഫീസാണ് ഇവിടെ ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അടക്കേണ്ട ടോക്കൺ ഫീസ് ഡീറ്റെയിൽസാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പുതുതായിട്ട് ഒരു കോളേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ന്യൂലി ആഡഡ് കോളേജസ് എന്നുള്ള ഭാഗത്ത് ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് ആ ഒരു പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജ് ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജ് എന്ന് പറയുന്നത് മുത്തൂറ്റ് കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ് ആൻഡ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ് കോഴഞ്ചേരി പത്തനംതിട്ടയാണ്. അപ്പോൾ ആ ഒരു കോളേജിൽ വന്നിട്ടുള്ളത് ഡിപ്ലോമ ഇൻ റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയേഷൻ തെറാപ്പി, അതായത് DRRT, ഡിപ്ലോമ ഇൻ റെസ്പിറേറ്ററി ടെക്നോളജി DR, അതുപോലെ ഡിപ്ലോമ ഇൻ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നോളജി, അതായത് DCSST എന്നിങ്ങനെയുള്ള ഇത്രയും 3 കോഴ്സുകളാണ് ആ ഒരു കോളേജിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കോഴ്സുകളാണ് അതായത് ആ ഒരു കോളേജിൽ, മുത്തൂറ്റ് കോളേജിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീ പേയ്മെൻറ്റ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിലവിൽ കിട്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് മതിയെന്നുണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്കിപ്പോൾ നിലവിൽ കിട്ടിയ കോളേജ് തന്നെ മതി, ആ ഒരു കോളേജ് തന്നെ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് നിലവിൽ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം കിട്ടിയ സീറ്റ് പോകുകയും പുതുതായിട്ട് ഏത് കോളേജിലാണോ കിട്ടുന്നത് ആ ഒരു കോളേജിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.